നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ സംരംഭം വരുന്നു. സബ് ജയിൽ റോഡ് തെക്കി ബസാറിലെ കോഓപ്പറേറ്റീവ് പ്രസിന് മുന്നിലുള്ള കെട്ടിടത്തിലാണ് കോഫി ഹൗസ് ആരംഭിക്കുന്നതെന്ന് പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 4 രാവിലെ 10:30 മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ പി. ഇന്ദിര മുഖ്യ അതിഥികളായി പങ്കെടുക്കും. മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണം ആഗ്രഹിക്കുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ് കോഫി ഹൗസുകൾ. ഹോം ഡെലിവറി സംവിധാനവും ഇവന്റ് കാറ്ററിംഗ് സംവിധാനവും ബ്രാഞ്ചിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. കോവിഡിന് ശേഷം ചെറിയ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അത് മറികടക്കാൻ വിപുലീകരണം ആവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് ഓൾ ഇന്ത്യ ബേസിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തിൽ 2 സൊസൈറ്റികളാണുള്ളത്. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി കാസർഗോഡ് മുതൽ പാലക്കാട് വരെയാണ് പ്രവർത്തിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് 32 ബ്രാഞ്ചുകളാണുള്ളത്. പുതുതായി വീണ്ടും ഒരു ബ്രാഞ്ച് തെക്കി ബസാറിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം നമ്മൾ നോൺ വെജ് സെക്ഷനിലേക്ക് കയറി വരണം. നമ്മുടെ ഉപഭോക്താക്കൾ പറയുന്നത് തിരക്കും അതുപോലെ കയറി മേലോട്ട് വരാൻ കഴിയാത്ത പ്രയാസമുണ്ട്. അതുകൊണ്ട് സൗകര്യം എന്തായാലും നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വലിയ വാടക കൊടുത്തുകൊണ്ട് ഒരു സംവിധാനം നമ്മളവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം 4 തീയതി രാവിലെ 10:30 മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ.പി. ജയരാജൻ നിർവഹിക്കും. മുഖ്യാതിഥികളായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ പി. ഇന്ദിര, അതുപോലെ ആ വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സുരേഷ് ബാബു തുടങ്ങിയ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അത് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി വി. കെ. ശശിധരൻ, ഡയറക്ടർമാരായ പ്രശാന്തൻ ടി. വി, അനിൽകുമാർ സി. വി, ഷിഗിന എം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.